പറഞ്ഞത് ഈ തലമുറയെ രക്ഷിക്കുവാൻ വ്യക്തിപരമായിട്ട് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ തലമുറയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ സാധനം ഉപയോഗിക്കത്തില്ലെന്ന് തീരുമാനിക്കാൻ ചേട്ടന്മാർക്ക് കഴിയണം, മാതാപിതാക്കൾക്ക് കഴിയണം. എന്റെ വീട്ടിൽ ഞാൻ ഈ സാധനം കയറ്റത്തില്ലെന്ന് ഒരു വീട്ടിലെ കുടുംബനാഥൻ എന്ന നിലയിൽ അപ്പന്മാർ തീരുമാനമെടുക്കണം. അങ്ങനെയാണെങ്കിൽ നാളത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് അനവധി സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ നല്ല രീതിയിൽ കച്ചവടം ചെയ്താൽ, അത് നിഷ്കളങ്കമായ രീതിയിൽ കച്ചവടം ചെയ്താൽ, നമുക്കൊരു സാധനം, നമ്മള് മദ്രാസിലോ ഡൽഹിയിലോ പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചു, 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 100 രൂപയ്ക്ക് കൊടുത്താൽ നമുക്കത് തെറ്റില്ല, അത് പാപമാണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് അതിനകത്ത് മായം കലർത്തി വേഗത്തിൽ പണം ഉണ്ടാക്കാൻ ചെയ്യുന്ന കുതന്ത്രങ്ങളാണ് തെറ്റെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കച്ചവടക്കാർ തീരുമാനിക്കണം, എന്റെ കടകളിൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ യൗവനക്കാരെ നശിപ്പിക്കുന്ന ഡ്രഗ്സുകൾ ഞങ്ങൾ ഇനി വിൽക്കത്തില്ലെന്ന് സ്വന്തം കടക്കാർ തീരുമാനിക്കാൻ തയ്യാറാണെങ്കിൽ നാളത്തെ യൗവനക്കാരെ നമുക്ക് രക്ഷിക്കാം. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിന് തീരുമാനിക്കാൻ കഴിയണം, ഞങ്ങൾ ഞങ്ങളുടെ കേരളത്തിലെ യൗവനക്കാരെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഡ്രഗ്സുകൾ വിറ്റിട്ടുള്ള, മദ്യം വിറ്റിട്ടുള്ള, മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ ലാഭം ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ അതിന്റെ GST വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ഗവൺമെന്റും തയ്യാറാണെങ്കിൽ, ഗവൺമെന്റും സമൂഹവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ നാളത്തെ തലമുറകളെ നമുക്ക് നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്